നിങ്ങളുടെ അനുഭവമാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. എനിക്ക് പിന്നെ ലിങ്ക് അയച്ചു തരാനൊന്നും സാധിക്കില്ല കേട്ടോ. നമസ്കാരം ശ്രീകാന്ത് സാർ. എൻ്റെ പേര് അഞ്ജു. ഞാൻ എറണാകുളത്ത് നിന്നാണ് എഴുതുന്നത്. എനിക്ക് ഇന്നുണ്ടായിട്ടുള്ള ഒരു കൃഷ്ണാനുഭവം പങ്കുവയ്ക്കുന്നതിനാണ് ഞാൻ ഇത് എഴുതുന്നത്. ഞാൻ എല്ലാ വ്യാഴാഴ്ചയും എൻ്റെ അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ വെണ്ണയും പഴവും വഴിപാട് നടത്താറുണ്ട് കേട്ടോ. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ അമ്പലത്തിൽ ചെന്നപ്പോൾ കദളിപ്പഴം തീർന്നിരിക്കുകയായിരുന്നു. ഭഗവാന്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കും ഒരു സങ്കടമുള്ളതായിട്ട് തോന്നി. സാധാരണ ഒരു ചെറിയ പുഞ്ചിരി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ കഴിഞ്ഞ വ്യാഴാഴ്ച എനിക്ക് ഭഗവാൻ എന്തോ ഒരു വിഷമമുള്ളത് പോലെയാണ് തോന്നിയത്. അപ്പോൾ തന്നെ ഞാൻ തിരിച്ച് അമ്പലത്തിൽ നിന്നും വരുമ്പോൾ കടയിൽ കയറി പഴം അന്വേഷിച്ചു. അവിടെ അത് തീർന്നിരിക്കുകയായിരുന്നു. ശനിയാഴ്ചത്തേക്ക് അവരെത്തിച്ചു തരാം എന്ന് പറഞ്ഞു. ഞാൻ ശനിയാഴ്ച, അതായത് 30/5/26 വൈകിട്ട് അമ്പലത്തിൽ പോയി. ഒരു പടല കദളിപ്പഴം മുന്നിൽ സമർപ്പിച്ചു. എന്നിട്ടും മുഖം തെളിഞ്ഞ പോലെ എനിക്ക് തോന്നിയില്ല കേട്ടോ. ഞാൻ അന്ന് വൈകിട്ട് ഗുരുവായൂർ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ചെറിയ മോളുടെ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ തനിയെ പോകുന്നത്, അതും രാത്രിയാണ് പോകുന്നത്. അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലെ ഒരു ടെൻഷൻ കൊണ്ടാണ് എനിക്ക് ഭഗവാനെ അങ്ങനെ തോന്നിയത് എന്ന് ഞാൻ വിചാരിച്ചിട്ടോ. രാത്രി ഗുരുവായൂരിലെത്തി. 1 മണിയായപ്പോൾ ക്യൂവിൽ കയറി നിന്നു കേട്ടോ. ഏകദേശം 3:30 ആയപ്പോഴേക്കും കിഴക്കേ നടയ്ക്ക് മുന്നിലെത്തി. നിർമാല്യം പറ്റിയില്ലേലും വാകച്ചാർത്ത് തൊഴാമെന്ന് കരുതി ഞാൻ സന്തോഷിച്ചു. എന്നാൽ അതിനുശേഷം ഏകദേശം 1.5 മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തേണ്ടതായിട്ട് വന്നുട്ടോ. ആരെയും ദർശനത്തിനായി കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മോളാണെങ്കിൽ രാത്രി ഫുള്ള് ഉറങ്ങാതിരുന്ന ബുദ്ധിമുട്ട് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് യാതൊരുവിധ ഉറങ്ങാതിരുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് പോകുമ്പോഴേ ഭഗവാനോട് പറഞ്ഞിട്ടാണ് പോയത്, ഭഗവാനെ തലവേദനയോ മറ്റു വിഷമങ്ങളോ ഒന്നും ഉണ്ടാവില്ലേ, ഭഗവാനെ കണ്ട് നന്നായി തൊഴാൻ പറ്റണം, എല്ലാം പറഞ്ഞിട്ടാണ് പോയത്. അതുപോലെ തന്നെ എനിക്ക് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ ഏതാണ്ട് 2 മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഗേറ്റ് തുറന്നു കിട്ടാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്ക് മനസ്സിൽ വീണ്ടും ഒരു ടെൻഷനായി. ഇന്നലെ ഭഗവാന്റെ മുഖം തെളിഞ്ഞു കണ്ടില്ല. ഇന്ന് ഇത്ര നേരം വെയിറ്റിങ്ങും. നടയിൽ ചെന്നപ്പോൾ ആകട്ടെ ഒരു സെക്കൻഡ് പോലും നന്നായിട്ടൊന്നും ഭഗവാനെ കാണാൻ പറ്റിയില്ല. പെട്ടെന്ന് അവർ ഉന്തി വിട്ടു. എല്ലാ തവണയും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് കാണണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെയും പിന്നെയും കാണാനായിട്ട് അവിടെ തന്നെ നിന്ന് അകത്തേക്ക് നോക്കി. കയ്യിലൊരു പഴവും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അലങ്കാരമായിരുന്നു ഇന്നുണ്ടായത്. ഞാൻ തൊഴുതു. എനിക്ക് പ്രത്യേകിച്ച് അപ്പോൾ ഒന്നും തോന്നിയില്ല. പിന്നെ ഞാൻ തിരിച്ചു വരാൻ ട്രെയിനിൽ കയറിയപ്പോൾ ഞാൻ ചുമ്മാ യൂട്യൂബ് എടുത്ത് നോക്കി. അപ്പോൾ അതിൽ ഭഗവാനെ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള അലങ്കാരത്തോടു കൂടി കാണുന്നതിൻ്റെ വിശേഷതയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടു. അപ്പോഴാണ് എനിക്കും മനസ്സിലായത്, ഞാൻ ഇന്നലെ പഴം സമർപ്പിച്ചത് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. ഞാൻ കണ്ടത് കയ്യിൽ പഴം പിടിച്ചു കൊണ്ട് നിൽക്കുന്ന ഭഗവാന്റെ അലങ്കാരമാണ്. അപ്പോഴാണ് ചിന്തിച്ചത്, ഇന്നലെ ഭഗവാന് ഞാൻ പഴം സമർപ്പിച്ചു, അത് ഇന്ന് ഭഗവാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷവും അത്ഭുതവും തോന്നി. അത് ഞാൻ ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഇവിടെ എല്ലാവരും ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു അടയാളം കാണിച്ചു തരണം, അല്ലെങ്കിൽ ഒരു അനുഭവം തരണം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ഭഗവാനെ അങ്ങനെ പരീക്ഷിക്കാൻ ഒരു അനുഭവം തരാൻ പറയില്ല. കാരണം എൻ്റെ 1000 അനുഭവങ്ങൾ ഭഗവാൻ എനിക്ക് തന്നിട്ടുള്ളത്. അതെല്ലാം ആ കാര്യങ്ങളെല്ലാം സംഭവിച്ചതിന് ശേഷം ഇന്നത്തെ പോലെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്നും അതുപോലെ ഞാൻ തന്നെയാണ് പോയത് ട്ടോ ആദ്യമായിട്ട്. എന്നിട്ടും എനിക്ക് കാര്യങ്ങളെല്ലാം നല്ല സുഖമായിട്ട് നടന്നു കിട്ടി. ട്രെയിനിൽ ടിക്കറ്റ് യാത്ര സുഖമായിരുന്നു. അതുപോലെ ശാരീരികമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടൊക്കെ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുന്നു. കുറച്ച് നീണ്ടുപോയെന്നറിയാം, ക്ഷമിക്കണം. സമയം പോലെ സാർ ഇതൊന്ന് വായിക്കണേ. നന്ദി. എന്താ കഥ? അങ്ങനെയൊക്കെയാണ്. ഞാൻ അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാലോ അല്ലേ എങ്ങനെയൊക്കെയാണ് അനുഭവങ്ങൾ വരുന്നത്, അനുഭവങ്ങൾ അയക്കുന്നത് എന്നൊക്കെ. ഹരേ കൃഷ്ണ.